അതിനു മുന്നേ തന്നെ നമുക്ക് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം നമുക്ക് ബിനോയിലേക്ക് എത്താം. സി ദിവാരനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആദ്യം തുറന്നും പിന്നെ വ്യംഗ്യമായും ഇതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക തട്ടിപ്പിനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളെപ്പറ്റി എഴുതി വച്ചിരിക്കുക. അപ്പം ആ എഴുതിയതിനെപ്പറ്റി പിന്നെ CBI എൻക്വയറി നടന്നു. അതിനകത്തും ഒന്നുമില്ല. എത്ര പേരെ കുടുക്കുവാനുള്ള ശ്രമം, എത്ര നേതാക്കന്മാർ, എത്ര കുടുംബങ്ങൾ. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ പ്രതിനിധി, ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേവകനാണ്. ആ വ്യക്തിയെ, ജനങ്ങളുടെ സേവനത്തിൽ നിരതനായിരുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നു എൻ്റെ പിതാവ്. ആ വ്യക്തിയെ കൊടുക്കുക എന്നുള്ളത് ആരുടെയോ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന് ഈ താല്പര്യത്തിന് വഴങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പം ഞങ്ങൾക്കെല്ലാം തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ സത്യം അറിയണം, കേരളത്തിലെ ജനങ്ങൾ അറിയണം. കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെ ഇങ്ങനെ തേജോവധം ചെയ്യുവാനും അങ്ങനെ അത് എന്താ പറയുക, ഒരു തെറ്റായ രീതിയിൽ കുറ്റപ്പെടുത്തുവാനും ഒരു കമ്മീഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണം പുറത്തു വരണം. തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ, കാരണം ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്, ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ കുറിച്ചുള്ളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ പറ്റിയുള്ള ആരോപണം അന്വേഷിക്കുവാൻ ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാകത്തുള്ളൂ. കാരണം സത്യം പുറത്തു വരണം. ഇനിയൊരു മുഖ്യമന്ത്രിക്കും, ഇനിയൊരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും, ഇനിയൊരു മന്ത്രിക്കും മന്ത്രിമാരുടെ കുടുംബത്തിനും അസത്യമായ ഒരു ആരോപണത്തിൻ്റെ പേരിൽ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരായി നിൽക്കേണ്ടി വരരുത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്ത്. ബിനോയ്, ആ പുസ്തകം പുറത്തു വന്നത് മുതൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇത്തരത്തിൽ ഉയർന്നു വരികയാണ്. ഇതിപ്പോൾ ഏറ്റവും അവസാനം സോളാർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, കൃത്യമായി പറയുകയാണെങ്കിൽ സി ദിവാകരൻ്റെ കനൽ വഴികളിലൂടെ എന്ന ആത്മകഥ ഒരു കനലായി ഇപ്പോൾ മാറുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത് CPIക്ക് ചില വിഷയങ്ങളിൽ തലവേദനയാകുന്നു, LDFന് തലവേദനയാകുന്നു. ഒപ്പം ഇത് അവസാനമായി അതിൽ പറഞ്ഞിരിക്കുന്ന സോളാർ വിവാദവും അത് അന്വേഷിച്ച ജുഡീഷ്യറി കമ്മീഷനുമെല്ലാം തന്നെ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം കനൽ വഴികളിലൂടെ പ്രസിദ്ധീകരിച്ച ഏകദേശം ഒരാഴ്ച പിന്നിടുന്നതിനിടയിൽ തന്നെ നിരവധി വിവാദങ്ങളാണ് ആ പുസ്തകത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ചാണ്ടി ഉമ്മൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അന്നത്തെ ജുഡീഷ്യൽ കമ്മീഷനായിരുന്ന ജസ്റ്റിസ് ശിവരാജൻ, അദ്ദേഹം ഏകദേശം 16-18 മണിക്കൂറോളമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തതും തെളിവെടുപ്പ് നടത്തിയതുമെല്ലാം. അത്തരത്തിലൊരു വലിയ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ടിന്മേൽ വീണ്ടും ഒരു പുനർ അന്വേഷണം CBI നടത്തുന്നതുമെല്ലാം കേരളം കണ്ടതാണ്. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ കനൽ വഴികളിലൂടെ എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആ ജുഡീഷ്യറി ഓഫീസറെ ശരിക്കും ഒരു ചോദ്യചിഹ്നമായി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിലേക്കാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഒരു എന്താ പറയേണ്ട ഒരു നാട്ടുശൈലിയിൽ കണകണ എന്തോ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് സി ദിവാകരൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയിരിക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ അയാൾ തയ്യാറായിരിക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയോ അഴിമതികൾ കടന്നുകൂടിയിരിക്കുന്നു. ആർക്കു വേണ്ടിയോ ഈ റിപ്പോർട്ട് ഉമ്മൻചാണ്ടിയെ കരുതിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും CBI അന്വേഷണത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം തന്നെ വളരെ വിശദമായി പറയുന്ന ഒരു അധ്യായമാണ് സി ദിവാകരന്റെ കനൽ വഴികളിലൂടെയുള്ളത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഒരു ജസ്റ്റിസായ ശിവരാജൻ നടത്തിയ അന്വേഷണത്തിൽ എന്തൊക്കെയോ പിശകുകൾ സംഭവിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം കരിവാരി തേക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഒപ്പം അദ്ദേഹത്തോടൊപ്പം നിരവധി ഏതാനും മന്ത്രിമാരും ഈ സോളാർ സ്കാം അല്ലെങ്കിൽ ഈ സോളാറിലെ ഈ അഴിമതിയിൽ പങ്കെടുക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പിന്നെ സ്ത്രീകളുടെ പരിരക്ഷയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സോളാർ കേസുമായി ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം പിന്നീട് CBI അന്വേഷിക്കുകയും ആ CBI അന്വേഷണം പിന്നീട് എങ്ങുമെത്താതെ എല്ലാവരെയും കുറ്റമുക്തരാക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത് ഈ സോളാർ കമ്മീഷന്റെ അന്വേഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നടത്തിയ ആ റിപ്പോർട്ടിനെ കുറിച്ച് വീണ്ടും ഒരു ജുഡീഷ്യൽ ഓഫീസർ തന്നെ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ജുഡീഷ്യറിയുടെ ഭാഗമായിരുന്ന ഒരു ജസ്റ്റിസ് നടത്തിയ അന്വേഷണമായതുകൊണ്ട് ഒരു ജുഡീഷ്യറി ഓഫീസർ തന്നെ ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ചാണ്ടി ഉമ്മൻ്റെ ആവശ്യം. ഈ ആവശ്യം ഇനി ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകും എന്നറിയത്തില്ല. കാരണം പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഇതുവരെയായും പറഞ്ഞിട്ടില്ല. പറയേണ്ടത് KPC പ്രസിഡന്റ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമല്ലാതെ ഇനി പാർട്ടി ഇത് എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുക, ഈ സോളാർ വിവാദങ്ങൾ അല്ലെങ്കിൽ സോളാർ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് പാർട്ടി ഏത് തരത്തിലാണ് ഏറ്റെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങൾ മാത്രമായിരിക്കും ചർച്ചയാവുക. എന്തായാലും ഒരു കനൽ വഴികളിലൂടെ പുറത്തേക്കിട്ട ആ ചെറിയ കനൽ ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും തീയായി മാറപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എബി, തീർച്ചയായും ആ പേര് അനർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ തുടർ